RSSന്റെ നിയന്ത്രണത്തിൽ നിന്ന് BJP അകലുന്നുവെന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. മാത്രമല്ല RSSനെതിരെ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ നടത്തിയ പ്രസ്താവനയും ഏറെ ചർച്ചയായി. ഇനി RSSന്റെ സഹായം BJPക്ക് ആവശ്യമില്ലെന്നാണ് നദ്ദ പ്രഖ്യാപിച്ചത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP നേരിട്ട കനത്ത തിരിച്ചടി കാര്യങ്ങൾ കീഴ്മേൽ മാറ്റിമറിച്ചിരിക്കുന്നു. BJPയുടെ ശക്തി കേന്ദ്രം എന്നറിയപ്പെടുന്ന UPയിൽ വലിയ തിരിച്ചടിയാണ് BJPക്ക് ഉണ്ടായത്. വാരാണസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം ഗണ്യമായി കുറഞ്ഞു. അമേഠിയിൽ സ്മൃതി ഇറാനി ദയനീയമായി പരാജയപ്പെട്ടു. അമ്പരന്നത് BJPയാണ്. RSSന്റെ കോപമാണ് BJPയുടെ തിരിച്ചടിക്ക് പിന്നിലെന്ന റിപ്പോർട്ടുകളും പിന്നീടെത്തി. എന്നാൽ ഈ റിപ്പോർട്ടുകളെല്ലാം ശരിയാണെന്നാണ് പുതിയ സംഭവവികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. BJPയെ മൂക്കുകയറിട്ട് നിയന്ത്രിച്ചു നിർത്താൻ തന്നെയാണ് RSS ശ്രമിക്കുന്നത്. മേധാവി മോഹൻ ഭഗവതിന്റെ പ്രസ്താവന ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മാത്രമല്ല പുതിയ സാഹചര്യത്തിൽ നിലപാട് മാറ്റത്തിന്റെ വ്യക്തമായ സൂചനയും RSS മേധാവി നൽകുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മാന്യത പാലിക്കപ്പെട്ടില്ലെന്നാണ് BJPയെ കുറ്റപ്പെടുത്തി മോഹൻ ഭഗവത് പറഞ്ഞത്. യഥാർത്ഥ സേവകന് അഹങ്കാരമുണ്ടാവില്ല, ആരെയും വേദനിപ്പിക്കാത്ത തരത്തിലാണ് പ്രവർത്തിക്കുക, മോഹൻ ഭഗവത് പറഞ്ഞു. യഥാർത്ഥ സേവകൻ പ്രവർത്തനത്തിൽ എപ്പോഴും മാന്യത പുലർത്തും. അത്തരത്തിലുള്ളവർ അവരുടെ ജോലി ചെയ്യുമ്പോൾ തന്നെ അതിൽ അഭിരമിക്കില്ല. താനത് ചെയ്തുവെന്ന് അഹങ്കരിക്കില്ല. അത്തരത്തിലുള്ള ആളുകൾ മാത്രമേ സേവകനെന്ന് വിളിക്കാൻ യോഗ്യനാകൂ, മോഹൻ ഭഗവത് പറഞ്ഞു. മോദിയെ ലക്ഷ്യം വെച്ചാണ് RSS മേധാവിയുടെ വിമർശനമെന്നാണ് വിലയിരുത്തൽ. മോദി ഗ്യാരണ്ടിക്ക് തിരിച്ചടിയേറ്റതിന് പിന്നാലെയാണ് ഇത്തരം വിമർശനവുമായി RSS എത്തിയതെന്നും ശ്രദ്ധേയം. തെരഞ്ഞെടുപ്പ് എന്നാൽ മത്സരമാണ്, യുദ്ധമല്ല. ഇരുവിഭാഗവും തെരഞ്ഞെടുപ്പിനിടെ പരസ്പരം ആക്ഷേപം ചൊരിഞ്ഞു. അവരുടെ പ്രവൃത്തികൾ സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കുമെന്ന് ആരും ചിന്തിച്ചില്ല. ഒരു കാരണവുമില്ലാതെ സംഘപരിവാറിനെയും ഇതിലേക്ക് വലിച്ചിഴച്ചു. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അസത്യങ്ങൾ പ്രചരിപ്പിച്ചു. ഇതിനാണോ സാങ്കേതിക വിദ്യ ഉപയോഗിക്കേണ്ടത്? ഇങ്ങനെയെങ്കിൽ രാജ്യം എങ്ങനെ പ്രവർത്തിക്കും? പ്രതിപക്ഷം ശത്രുപക്ഷമല്ല. അവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് മനസ്സിലാക്കിയാൽ തെരഞ്ഞെടുപ്പിൽ പാലിക്കേണ്ട മര്യാദകൾ താനേ പാലിക്കപ്പെടും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതുണ്ടായില്ലെന്നും മോഹൻ ഭഗവത് കൂട്ടിച്ചേർത്തു. രാജ്യം പ്രവർത്തിക്കേണ്ടത് സമവായത്തിലൂടെയാണ്. പാർലമെൻറ്റിൽ 2 പക്ഷങ്ങളുണ്ട്, രണ്ടും കേൾക്കപ്പെടേണ്ടതാണ്. കഴിഞ്ഞ 2 വർഷമായി മണിപ്പൂർ സമാധാനം കാംക്ഷിക്കുകയാണ്. തോക്ക് സംസ്കാരം അവസാനിച്ചുവെന്നാണ് കരുതിയത്. പക്ഷേ പെട്ടെന്നാണ് ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടത്. മണിപ്പൂർ ഇപ്പോഴും കത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അമിത ആത്മവിശ്വാസമാണ് തെരഞ്ഞെടുപ്പിൽ BJPക്ക് തിരിച്ചടിയായതെന്ന് RSS മുഖപത്രമായ ഓർഗനൈസർ കുറ്റപ്പെടുത്തി. ജനങ്ങളുടെ ശബ്ദം കേൾക്കാൻ BJP നേതാക്കൾ ശ്രമിച്ചില്ല. അമിത ആത്മവിശ്വാസം പാർട്ടിക്ക് തിരിച്ചടിയായി. ഇനി RSSന്റെ തണൽ ആവശ്യമില്ലെന്ന അധ്യക്ഷൻ JP നദ്ദയുടെ നിലപാടിനെയും രത്തൻ ശാരദയുടെ ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നു. മണിപ്പൂർ സംഘർഷം തീർക്കാൻ കേന്ദ്രം അടിയന്തരമായി ഇടപെടണമെന്ന RSS മേധാവി മോഹൻ ഭഗവതിന്റെ നിലപാടിനെ രാഷ്ട്രീയമായി ഏറ്റെടുത്ത് പ്രതിപക്ഷവും രംഗത്ത് വന്നു. വിവിധ പാർട്ടികളെ ഉൾപ്പെടുത്തിയുള്ള സമിതിയിൽ വിഷയം ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷ ആവശ്യം. മണിപ്പൂർ വിഷയം ചർച്ച ചെയ്യാൻ വിവിധ പാർട്ടികളുടെ സമിതി രൂപീകരിക്കണമെന്ന് NCP ശരത് പവാർ പക്ഷത്തെ സുപ്രിയ സുലെ ആവശ്യപ്പെട്ടു. BJPയുടെ മേൽ RSS പിടിമുറുക്കുന്നു എന്ന് തന്നെയാണ് പുതിയ സംഭവവികാസങ്ങൾ നൽകുന്ന സൂചന. മാത്രമല്ല RSSന്റെ നിലപാട് മാറ്റവും ഏറെ ശ്രദ്ധയോടെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ നോക്കിക്കാണുന്നത്.